ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുമെന്നുള്ള ഒരു ആശങ്ക പടർന്നിരിക്കെ തന്നെയാണ് ഇസ്രായേൽ ഗസയിൽ വലിയ ആക്രമണം ഈ മണിക്കൂറുകളിൽ നടത്തിയത് എന്ന് മാത്രമല്ല, ഗസയിലെ 2 സ്കൂളുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 25 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്നു. ഏതാണ്ട് 40ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലാണ് 25 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽസ്, പ്രത്യേകിച്ച് ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഈ സ്കൂളുകൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് കുട്ടികളുടെയൊക്കെ രക്തം തളം കെട്ടിക്കിടക്കുന്നു. കുട്ടികളെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രികൾ തിങ്ങി നിറഞ്ഞ് നിലത്തൊക്കെ കുട്ടികളെ കിടത്തുന്നു. ഇങ്ങനെ വളരെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിന് നേരെ ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് എതിരെ അതിശക്തമായ തരത്തിലുള്ള ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമിനി തന്നെ ഈ തരത്തിൽ ആക്രമിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ അടിയന്തര ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. അതിനു മുമ്പ് അവിടുത്തെ പ്രതിരോധ മന്ത്രി യോയോവ് ഗാലൻറ്റും ഇതേ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അയൺ ഡോമുകൾ ഇസ്രായേൽ എല്ലായിടത്തും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലയിടത്തായി നടക്കുന്നുണ്ട്. ലെബനനിൽ നിന്ന് ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ അയച്ചു, ഡ്രോണുകൾ അയച്ചു. എന്തായാലും ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലുള്ള മിലിറ്ററി ക്യാമ്പിന് നേരെ ആക്രമണം നടന്നതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി ഇസ്രായേലിൻ്റെ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹെസ്ബുള്ള പറയുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഹൂതികൾ ഒരു ലൈബീരിയൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികൾ യമനിൽ നിന്നും ഹെസ്ബുള്ള ലെബനിൽ നിന്നും ആക്രമണങ്ങൾ നടത്തുന്നു. ഇസ്രായേലും അതുപോലെ തന്നെ തിരിച്ചടികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെയായിട്ട് അവിടുത്തെ പശ്ചിമേഷ്യയിലെ മേഖല അതീവ സംഘർഷത്തിൻ്റെ പിടിയിലാണ്. അതിനിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. തുർക്കിയും അതുപോലെ തന്നെ ഇറ്റലി അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ലെബനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാർ അടിയന്തരമായി വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ലെബനുമായിട്ട് ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഇതുകൂടാതെയാണ് ഇറാൻ്റെ ആക്രമണം ഏത് നിമിഷവും ഇസ്രായേൽ ഉണ്ടാവുമെന്നുള്ള ആശങ്ക ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ USS ലിങ്കൺ, അബ്രഹാം ലിങ്കൺ ഇസ്രായേലിൻ്റെ തീരത്തേക്ക് എത്തുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾ എത്തുന്നുണ്ട്. അമേരിക്കയുടെ സൈന്യം പല സ്ഥലത്ത് ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുണ്ട്. അവരുടെ സംരക്ഷണവും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സംരക്ഷണവും ഞങ്ങളുടെ കടമയാണെന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി, പക്ഷേ അത് പ്രതിരോധ മന്ത്രി എന്ന് പറയാം, ലോയ്ഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു. ബ്രിട്ടനും കൂടി അമേരിക്കയോടൊപ്പം ചേർന്നിരിക്കുന്നു. ബ്രിട്ടീഷ് ഡിഫൻസ് മിനിസ്റ്റർ ജോൺ ഹീലിയും ആ തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ രീതിയിൽ സംഘർഷ ഭരിതമായിരിക്കുന്നു. എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണുള്ളത്.